ഹലോ, പുഴുക്ക് കഞ്ഞി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് പുഴുക്ക് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ചട്ടി എടുത്ത് എല്ലാവരും റെഡിയായി വന്നോളൂ. അതിലേക്ക് കഞ്ഞി ഇടാം കേട്ടോ. കഞ്ഞിയുടെ കൂടെ എന്തൊക്കെയാണ് ആഡ് ചെയ്തെന്നല്ലേ? ചെറുപയറും പിന്നെ മുതിരി ഇട്ടിട്ടാട്ടോ കഞ്ഞി വെച്ചത്. ആ കഞ്ഞിയുടെ കൂടെ നമ്മൾ പുഴുക്ക് കൂടി ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. മൺപയറിട്ട് നല്ല ജീരകവും തേങ്ങയും ഒക്കെ കൂടെ അരച്ച് വെച്ച പുഴുക്കാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ നല്ല കട്ടി തൈരാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ല കട്ടി തൈര് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞതും പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇടാം കേട്ടോ. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് സവാളയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ കൂടെ 4 പപ്പടവും വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ. ഞാൻ പൊടിയരി യൂസ് ചെയ്തുകൊണ്ട് ഉണ്ണികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ഇറങ്ങിക്കോളും കുട്ടികൾക്കൊക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പുഴുക്ക് കഞ്ഞി കഴിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണേ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് മിക്സ് ചെയ്തത് പറഞ്ഞില്ല, ചട്ടി കാലിയായത് പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പുഴുക്ക് കഞ്ഞി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ നമ്മളുടെ ആ ട്രഡീഷനൊന്നും വിട്ടു പോവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് അങ്ങ് ഇറങ്ങി പൊക്കോളും.